പിടിച്ചോട്ടാ. എവിടെ വേണം? മുകളിലാണ് താഴെ? നീ തായിരുന്നോടി വാങ്ങി. ഇതയമൊരു കണ്ണാടി ഉനത് ബിംബം വിഴന്തതടി ഇതാനും സ്വന്തം ഇതയം സുന്നതടി. നമ്മ എന്റെ വീട്ടിൽ നിന്ന് പോകാൻ പോണത്. എടാ കണ്ണനെ വിളിച്ചാലോ? എടാ എന്ത് എടാ അവർക്ക് എത്ര പൈസ കൊടുക്കേണ്ടിയിരുന്നത്? അതേ പൈസ നമ്മൾ പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. നമ്മൾ ആദ്യം ആദ്യം ബീച്ചിലൊന്ന് പോകാണ്ട്. പക്ഷെ ബീച്ചിൽ നടക്കുമ്പോൾ ഫുഡ് കഴിക്കാൻ പോകണം, മന്തി കഴിക്കാൻ പോകണം. ഇതാണ് ഞാൻ പഠിച്ച സ്കൂള്, മഹാനായി ഞാൻ പഠിച്ച സ്കൂളാണ്. നമ്മ സ്ലൈസ് ഓഫ് സ്പൈസി കയറി ചെറായി. പക്ഷേ അവിടെ എഗ്ലെസ് മൈനസ് ആയതുകൊണ്ട് നമ്മ അവിടെ കഴിച്ചില്ല. നമ്മ നേരെ ടേബിളിലോട്ട് പോണേ, വെള്ളത്താങ്കുളങ്ങര. അപ്പോൾ നമുക്ക് വേണ്ടി നമ്മുടെ മൂന്തൻ പാട്ട് പാടാൻ പോകുന്നതാണ്. മൂന്താ പാടിക്കും. റെഡിയാക്കിയോടാ. നിങ്ങളുടെ കഴുകണ അറിയുള്ളൂ. എന്നോട്ടാ കയ്യിൽ നിങ്ങളുടെ ഒരു സ്ഥലത്ത് വീഡിയോ എടുക്കുകയായിരുന്നു. എന്താണ് മനസ്സിന്റെ പറയടാ. എടാ കുടിയോ? എടാ ഇത്ര നീ കുടിക്കോ? എടാ ഒഴിക്കില്ലേ? എത്ര കുടിക്കൂല. ഉറക്കെ പാടറ കിട്ടണ കിട്ടില്ല. അഭിനയം പാടിക്കോ, ഞാൻ അറിയാനെടുക്കണം. ഇത് കുഴിമന്ത്ര, ഇവരുടെ അൽഫാമില്ല സംഭവം വന്നു. നിങ്ങളെ നിങ്ങളുടെ അല്ലെടുത്തായി നോക്കി മനസ്സേ നോക്കടാ. വലിയ കട്ട പീസ് എനിക്കാനായിട്ട് കുഴിമന്തി ഞാൻ പറഞ്ഞു എടുത്തോ എടുത്തോ. ആണോ? അയ്യോ ചോദിച്ചില്ലടാ. എടാ കണ്ടാ മനസ്സാ കണ്ടാ അറിയാം എഗ്ലെസ് ആണെന്ന്. ഞങ്ങൾ സ്ലൈസ് ഓഫ് സ്പൈസ് പോയിട്ട് എഗ്ലെസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, വേണ്ടാന്ന് വെച്ചു. എഗ്ലെസ് ആണോ? എന്താ
അതങ്ങോട്ട് അറിയില്ല അത് കഴിച്ചു നോക്കണം. മാനസിട്ട് കഴിച്ചു നോക്കണം. റൈസിൽ കൂട്ടി കഴിക്കണം. കഴിച്ചു നോക്കി. അഖിലസ് ആണെന്ന് പറയരുത് എന്നോട്. തളർന്നു മനസ്സായി. കഴിച്ചാ നീ കഴിച്ചാ നീ തിന്നു കഴിഞ്ഞു. ബാക്കി തിന്നാൻ പറ്റില്ല. ദൈവൻ മുഴുവൻ കഴിക്കുന്നുണ്ട്. ഇത്രയും ബാക്കി ഇവന് ഒരു പ്രാവശ്യം മാത്രമേ ഇട്ടുള്ളൂ. ഇത്രയും വെറുതെ ബാക്കി ഫുഡ് വേസ്റ്റ് ആയിക്കണ്ട. കഴിക്കണ്ട. ഞങ്ങളാരും കഴിച്ചില്ല. ബില്ല് നോക്കണ്ട. മഴത്തുള്ളു പോയി. എന്തേ അടുത്തല്ലടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളെ പോകാൻ പോവാണ്. മാനസിൻ്റെ ഈ കോളോട് കൂടി ഞങ്ങൾ ഇറങ്ങുന്നതായിരിക്കും. ആ പൈസയൊക്കെ മനസ്സ് കൊടുത്ത് പൈസക്കാർക്ക് എന്താവല്ലോ. അടുത്ത നമ്മൾ പോകാൻ പോണത് അതെ ഗൈസ്. പാർട്ട് ഓഫ് ചെയ്യണം മനസ്സേ. വീട് പണിയൊക്കെ കഴിഞ്ഞില്ലേ? ആ വീട് മാനസിൻ്റെ കല്യാണം ഫസ്റ്റ് ഗൈസ്. അപ്പോൾ നമ്മിന് പോകാൻ പോണത് മനസ്സേട്ടൻ്റെ കല്യാണത്തിന്. അതെ, മാനസേട്ടൻ്റെ കല്യാണം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പെണ്ണാണ് നമ്മൾ ടേബിളിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ ഇവിടെ പോകുന്ന അറിയില്ല. അപ്പം എടാ ബീച്ചിലോട്ടാ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലെഫ്റ്റ് എടുത്തോ. അത് ഞാൻ പറഞ്ഞ വീഡിയോയിൽ ഉണ്ടായില്ലല്ലോ. വണ്ടി ഒന്ന് ഇടിച്ച് തീർപ്പിക്കോട്ടെ. മനസ്സേ നീ അവരാ മറ്റേ ചൈന ടൗണിൽ ചേറാൻ ഇറങ്ങി പോവില്ല. ഞങ്ങൾ ഇറങ്ങി പോകും. മീനിന്റെ വില എന്താന്ന് നോക്കും. ഞാൻ ഈ അപ്പാപ്പനോട് കോട്ടയം എവിടെ നിന്ന് വാങ്ങിച്ചെന്ന് നോക്കി. അവിടുന്ന് എനിക്ക് ഇഷ്ടമല്ല സിനിമ. പണ്ട് ഇഷ്ടമായിരുന്നു. തുടക്കത്തിൽ ആദില്ല അവരെ ഇതുള്ള ചെറുപ്പത്തിലത്തെ നല്ല രസമായിരുന്നില്ലേ. എന്താ എനിക്കൊരു കണ്ടന്റ് ആയി, നീ ഒരു വൈറലായി. എടുത്തോടാ മനസ്സേ ഓടാ. പീസ്ഫുൾ അന്തരീക്ഷം. എടാ മനസ്സ് ഇതിനകത്ത് ആഴമൊന്നുമില്ല. ഇനി എടാ വണ്ടിനകത്ത് ആഴമൊന്നുമില്ല. ഇത് ആൾക്കാർ നടന്നൊക്കെ പോണല്ലേ. ചാടണ്ടെന്നാലും വേണ്ട എടാ സിൽവലിട്ട വേണ്ട അഴിക്കണ്ട. മൂന്നും ചാടാൻ പോണ്. ആഴമില്ല. ബെറ്റ് വെച്ചിട്ട് രണ്ടുപേരും കൂടി നമ്മ ഒരു അപകടം വിളിച്ചു ചേർത്തരുതല്ലോ. ഞാൻ അവർക്ക് മാതൃകയായതാണ്. നന്ദിയാണ്. അതെന്താ മറ്റേ എന്താ അറിയില്ല. മീനൊക്കെ കൊണ്ടുവന്ന് ഒരാളുടെ സ്ഥലം വേണം. നമ്മളുടെ കുഴിപ്പള്ളി അവിടെ മറ്റേ പള്ളത്താങ്കുളങ്ങരയിൽ നേരെ ലെഫ്റ്റിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എറണാകുളത്ത് വരുമ്പോൾ നേരെ പള്ളത്താങ്കുളങ്ങരയിൽ ലെഫ്റ്റ് കട്ട് ചെയ്യുമ്പോഴുള്ള ആ സ്ഥലമാണ്. ഇവിടെ നാളെ പോകുന്നവരും ഫുള്ള് അങ്ങനെ തന്നെയാണ്. പിന്നെ അതെ, പിന്നെ തിരിച്ചു വരുമ്പോഴും ഈ ലെഫ്റ്റ് എന്നുള്ള റൈറ്റ് ആവും, റൈറ്റ് എന്നുള്ള ലെഫ്റ്റ് ആവും. അങ്ങനെ അതിന് വ്യത്യാസം മാത്രം. ശരിക്കും എന്താ ഉണ്ണിക്കണ്ണാവായോ മനസ്സിനോ. മുന്തൊരു പാട്ട് പാടിയോ? ഏതൊരു പാട്ട് പാടും. ഇപ്പം പാട്ട് പാടി കഴിഞ്ഞാൽ സൗണ്ട് കിട്ടും. പാടിയോ? ഓമൽ കൺമണി പാട്. ഓമൽ കൺമണി ഇതിലേവാ പാട്. എടാ പാട്ട് മൂന്നിന്റെ പാട്ടാ കേട്ടോ. എന്താ മനസ്സേ മൂന്നും പാട്ടോടായിരിക്കാൻ വേണ്ടി പാട്ടായിരിക്കാണ്ട് മൂന്ന് പാടുക. എന്താ മൂന്നൻ അടിക്കോ നീ തായിരുന്നോടി വാങ്ങി. இதயமொரு கண்ணாடி உனது பிம்பம் விழுந்ததடி இதுதானும் சொந்தம் இதயம் சொன்னதடி கண்ணாடி பிம்பம் கட்ட கதிரொன்றுமில்லையடி கண்ணாடி பிம்பம்
வாழ்க்கையே எந்தன் விழுவிழுந்து என்னை துரத்தாதே மனம் கரையேறாதே இல்லை இல்லை சொல்ல ஒரு கணம் போதும் இல்லை என்று சொல்லை தாங்குவதென்றா இன்னும் இன்னும் எனக்கோ ஜென்மம் வேண்டும் என்ன சொல்ல போகிறாய் என்ன சொல்ல போகிறாய் മുകുന്ദൻ ദ സിംഗർ മുകുന്ദൻ ഇനി സിംഗർ മാനസ് മനസ്സിലാട് ഗായ്സ് അപ്പൊ നമ്മ ബീച്ചെത്തി ബാക്കെടുത്തിട്ട് ഇതാക്കി വേറെ എടുക്കണ സമയത്ത് ഇതാക്കിയാലും മതി. അങ്ങോട്ട് വള്ളി കെട്ടി വെച്ചേക്കണാണോ? പാർക്ക് ആയിരിക്കാൻ വേണ്ടിട്ടേക്കാണ്. ആ വിട്ടോ വിട്ടോ. ഗൈസ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. തൊപ്പി ഉണ്ടായിരുന്നു. തണുപ്പത്ത് മഴയത്ത് ബീച്ച് ഇടില്ലല്ലേ? ഇഷ്ടപ്പെട്ടില്ലേ മോന്താ? ഞാനിങ്ങനെ ഒഴുകി പോണോട്ടെ. ഒഴുക്കാം, ഒഴുക്കി വിടാം. നോക്ക് യെസ് ഗൈസ്, നമ്മൾ എഴുതിയിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ കടലമ്മ കളിനെ കടലമ്മ മാച്ചളയോ ഇല്ലേ നമുക്ക് നോക്കാം. മൂന്ന് വിശ്വസിക്കല്ല. നമ്മൾ പണ്ട് ഞങ്ങളുടെ കടപ്പുറത്തൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ പറയുമായിരുന്നില്ല, കടലമ്മ കളിന് എഴുതിയ മാച്ചളയോ. ഗൈസ് വന്നു ഗൈസ്, കറക്റ്റ് അതാണ്, അത്രേ ഉള്ളൂ. കാമാത്രം നിർത്തിയിട്ട് ബാക്കി എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നു. യെസ്, അങ്ങനെ 3 തോറ്റിരിക്കുന്നു ഗൈസ്. 3 പറഞ്ഞ് കയറ്റി എഴുതാൻ പറഞ്ഞു. നമ്മ അവിടെ എഴുതേണ്ട. മൂന്നും പറഞ്ഞത് മാക്കൂലെന്ന് പറയണത്. നമുക്ക് വഴിയെ കാണാം മാക്കൂല്ല എന്നുള്ളത്. അപ്പം മഴയുണ്ട്. എന്താ കള്ളൻ കടലപ്പൻ, നമ്മളെ കടലപ്പം വാങ്ങിച്ചിരിക്കുന്നു. കടലപ്പം വാങ്ങിച്ചിരിക്കുന്നു. ഒരുപാടുണ്ട്. ഇതാണ് നമ്മളുടെ വെള്ളം. വെള്ളത്തിൻ്റെ പേര് അഞ്ജനാപുത്രൻ. അഞ്ജനാപുത്രനാണ്. അഞ്ജനാപുത്രനെ തോളിലേക്ക് തോളിക്കൈ വെച്ച് മാനസ്. ഗൈസ്, നാളെ 3 അങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആരോ ഒരാളുടെ ആട്ടാണ്. പൊളിക്കട അവിടെ ആട്ടിൻ്റെ ഉള്ളിൽ നിന്ന് സംഭവം ഉണ്ട്. ഗൈസ് ഇവനാ ഗൈസ്, ഇവനാണ് രണ്ടാമത്തെ കാലപ്പ് വെച്ച് മൂന്നിൻ്റെ കാക്ക നിന്ന ഗൈസ്. മുകുന്ദൻ ഇരുന്നോ. ഗൈസ്, മഴക്കാരൊക്കെ ഇത്ര മഴക്കാരൻ്റെ കൂടെ ചില കാഴ്ച കണ്ട് മഴയത്ത് അങ്ങ് നടക്കണ ഗൈസ്.
ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എല്ലാം കേട്ടിട്ടേക്കാണ്. അപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ്. ഞാൻ ജസ്റ്റ് ഇത്തിരി വെറുതെ വന്ന് നമ്മൾ വെറുതെ ഒന്ന് ബീച്ചിൽ ഒന്ന് കറങ്ങി അങ്ങനെ തിരിച്ചു പോവാണ്. അപ്പോൾ നമ്മളുടെ 3 ഇടുക്കിയിലായതുകൊണ്ട് 3 ബീച്ച് കണ്ടിട്ടില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ബീച്ച് ഇവിടെ കാണിച്ചു കൊടുത്ത് മഴയൊക്കെ നനച്ച് തിരിച്ചു പോവുകയാണ്.